ഇന്ന് ഈ വേദിയിൽ ഭദ്രദീപം സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ 12ാം വാർഷിക ആഘോഷമാണ്. അതിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ ഒരുക്കുന്ന സംഗീത പരിപാടിയുമുണ്ട്. അതിൻ്റെ ഔപചാരികമായ ചടങ്ങിലേക്കാണ് ആദ്യം കടക്കുന്നത്. ഇന്ന് വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന ഭദ്രദീപം ഓർക്കസ്ട്ര ആൻഡ് സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ അമരക്കാരനായിട്ടുള്ള ശ്രീ പ്രബീഷ്, അതുപോലെ തന്നെ കോഴിക്കോടിൻ്റെ സംഗീത രംഗത്ത് കുറേയധികം വർഷങ്ങളായിട്ട് നിറസാന്നിധ്യമായിട്ടുള്ള കർണാടക സംഗീതജ്ഞനും ഗായകനും പിന്നണി ഗായകനുമൊക്കെ ആയിട്ടുള്ള നമ്മുടെ ബേപ്പൂർ സുരേന്ദ്രൻ, അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ അതിമനോഹരമായിട്ട് സംഗീതം അഭ്യസിപ്പിക്കുന്ന ചന്ദ്രൻ മാസ്റ്റർ, ശ്രീ ചന്ദ്രശേഖരൻ, ശ്രീ രാധാകൃഷ്ണൻ എന്നിവർക്ക് ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുകയാണ്. അപ്പോൾ നീണ്ട ഒരു ചടങ്ങുകളൊന്നുമില്ല ഇന്ന്. അപ്പോൾ ഇന്ന് നേരിട്ട് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനമാണ്. ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് പ്രിയ ഗായകനും സംഗീത സംവിധായകനും കർണാടക സംഗീത വിദ്വാനുമായിട്ടുള്ള ശ്രീ ബേപ്പൂർ സുരേന്ദ്രൻ അവരെ ക്ഷണിക്കുന്നു. ഒപ്പം മറ്റ് പ്രമുഖ വ്യക്തികളെ കൂടി ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് വേദിയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഏതൊരു മംഗളകർമ്മത്തിൻ്റെയും അഗ്നിയെ സാക്ഷിയാക്കിക്കൊണ്ടാണ് അതിന് തുടക്കം കുറിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും നിറഞ്ഞ പ്രോത്സാഹനം പ്രതീക്ഷിക്കുകയാണ്. ഉദ്ഘാടന വേളയിലേക്ക് അധികം ചടങ്ങില്ല, കുട്ടികൾക്കുള്ള മെമെൻറ്റോ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഉടനെ സംഗീത പരിപാടി ആരംഭിക്കുന്നതാണ്. നമ്മുടെ രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായിട്ട് ഉദ്ഘാടകൻ ശ്രീ ബേപ്പൂർ സുരേന്ദ്രൻ അവരെ വേദിയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന സംഗീത ആസ്വാദകരെ, എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്നിവിടെ ഭദ്രദീപം സംഗീത വിദ്യാലയത്തിൻ്റെ 12ാമത് വാർഷികമാണ്. അതിന് എന്നെ ഇവിടെ ക്ഷണിച്ച സംഗീത വിദ്യാലയത്തിൻ്റെയും ഭദ്രദീപം ഓർക്കസ്ട്രയുടെയും അമരക്കാരനായ പ്രവീഷിന് 1000 നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ പല ഭാഗത്തും ഇങ്ങനെ ഓരോരോ പ്രോഗ്രാം നടക്കാറുണ്ട്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ അമരക്കാരെന്ന് പറഞ്ഞാൽ അമരക്കാരൻ തന്നെയാണ്. കാരണം ഒറ്റയ്ക്കാണ്, അമരക്കാരനാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇദ്ദേഹം ആരെങ്കിലും ഹെൽപ്പിനുണ്ടാവും. ഇയാൾ ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അതൊരു വല്ലാത്തൊരു, അത് ചിലവർക്ക് കഴിയാവുന്ന ഒരു ദൈവാനുഗ്രഹമാണത്. ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ ഒരു 25 വർഷം മുൻപായിരിക്കാം. വടകര അനുരാധ ശ്രീരാമനെ വെച്ചൊരു വലിയൊരു പ്രോഗ്രാം ചെയ്തിരുന്നു. അതിനെന്നെ പാടാൻ ക്ഷണിച്ചു. അതിനു മുൻപേ പ്രബീഷ് ഒരുപാട് എൻ്റെ പാട്ടുകളൊക്കെ കേട്ടിട്ട് പരിചയം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ നേരിൽ പരിചയപ്പെടുന്നത് അന്നേരമായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാമിന് കൂടാറുണ്ട്. പ്രവീഷ് മറ്റുള്ളവർക്ക്, അതായത് മുൻപിൽ വരാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയല്ല അദ്ദേഹം. മറ്റുള്ളവരെ മുൻപിൽ ഇദ്ദേഹം ഇപ്പോഴാണ് പിന്നെയും മുന്നോട്ട് വരുന്നത്. ഇത്രയും കാലം മുന്നോട്ട് വരാറില്ല, ഒക്കെ പിന്നിലാണ്. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാന്നുള്ള ഒരാഗ്രഹമാണ് ഇദ്ദേഹത്തിനുള്ളത്. പ്രവീഷ് അതുപോലെ നമ്മുടെ സംഗീത വിദ്യാലയത്തിലെ മാഷ് ചന്ദ്രൻ മാഷ്, ഒട്ടനവധി സ്ഥലങ്ങളിൽ അവരെ ഇതുപോലെ എനിക്ക് സംഗീതം കൂടാതെ ഒരു സ്നേഹബന്ധം ചന്ദ്രമാഷായിട്ട് എനിക്കുണ്ട്. പിന്നെ നമ്മുടെ ക്ലാസ് എടുക്കുന്ന കണ്ടിട്ടാണ് മാഷ്. നല്ല കഴിവുള്ള മാഷാണ്. ആ കഴിവിൽ മാത്രം തന്നെ
ഒരു സ്നേഹം ഒളിഞ്ഞിരിക്കുന്നുണ്ട് ആ മാഷയിൽ. നമ്മുടെ സംഗീതം മാത്രമല്ല അതിൻ്റെ കൂടെ വേണം. സംഗീതം എന്ന് തന്നെ പറയുന്നത് തന്നെ സ്നേഹമാണ്. ആ സ്നേഹം കൂടി നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ചന്ദ്രമാഷെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതും ഉണ്ട്, നല്ല കഴിവുണ്ട്. ഹിന്ദുസ്ഥാനി ആണെങ്കിലും കുറഞ്ഞത് അതും ഉണ്ട്. അപ്പോൾ ഇവിടെ പാടുന്ന എല്ലാവർക്കും അതൊരു വലിയൊരു ഗുണമാണ്. ഇനിയും ഒരുപാട് ആളുകൾ നമ്മുടെ ഈ സംഗീത വിഭാഗത്തിൽ വിദ്യാർത്ഥികൾ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ തന്നെ അടുത്ത വർഷവും നന്നായി നടത്താൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. അതുപോലെ പ്രബീഷനും അതിനുള്ള ശക്തി സർവേശ്വരൻ കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രബീഷ് പുതിയാപ്പ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളം മൊത്തം അറിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഭദ്രദീപം പ്രബീഷ് പുതിയാപ്പ എന്നാണ് പറയുന്നത്. മധുവേട്ടൻ്റെ പ്രോഗ്രാം, അതുപോലെ അനുരാധ ശ്രീറാം, അങ്ങനെയൊന്നും വേണ്ട, ഒരുപാട് വലിയ വലിയ ആർട്ടിസ്റ്റുകളെ വെച്ച് പ്രോഗ്രാം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് പ്രബീഷ്. അതും ഈ ഒറ്റക്ക് ഇതൊക്കെ ചെയ്ത് ഇത്രയും വർഷം പിടിച്ചതിന് ഒരുപാട് താങ്ക്സ് അദ്ദേഹത്തോട് പറയുന്നുണ്ട്. അതുപോലെ ഈ പരിപാടി നന്നായി നടക്കട്ടെ എന്ന് സർവേശ്വരോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്കുള്ള സ്നേഹോപകാര സമർപ്പണമാണ്. ഞാൻ ഓരോരുത്തരെയായി പേര് വായിക്കുമ്പോൾ അവർ വേദിയിലേക്ക് വന്ന് അത് നമ്മുടെ ഉദ്ഘാടകൻ്റെ കൈകളിൽ നിന്നും വാങ്ങേണ്ടതാണ് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓരോരുത്തരെയായി വേദിയിലേക്ക് വിളിക്കുന്നു. ശ്രീ ചന്ദ്രശേഖരൻ, അപ്പോൾ കയ്യടിയാകാം. വെച്ചാൽ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ പ്രായമൊന്നുമില്ല. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെയുണ്ട്, സീനിയർ സിറ്റിസൻസ് വരെ ഉണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ആളെ വിളിക്കുന്നു. ശ്രീ രാധാകൃഷ്ണൻ, മണികണ്ഠൻ, തൗഫീഖ്, സിജുകുമാർ. മൊമെൻ്റോ വാങ്ങാനുള്ള കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ അവരൊന്ന് കരുതലോടെ ഇരിക്കുക, പെട്ടെന്ന് എത്തുക വേദിയിലേക്ക്. സിജുകുമാർ, ഹരികൃഷ്ണൻ, വിഷ്ണു, ശ്രീലത, ധനലക്ഷ്മി, പ്രജിത, പ്രിയദർശിനി, ശ്രീപ്രിയ, ദീപ, ജ്യോതിലക്ഷ്മി, താങ്ക് യു സുരേട്ട. അപ്പോൾ ഇനി നമ്മുടെ ഉദ്ഘാടകനായി എത്തിയിട്ടുള്ള നമ്മുടെ പ്രിയ ഗായകൻ ബേപ്പൂർ സുരേന്ദ്രൻ അവരുകൾക്കുള്ള ഒരു സ്നേഹസമർപ്പണമാണ്. അത് ഭദ്രദീപം സംഗീത വിദ്യാലയത്തിൻ്റെ പേരുള്ളതാണ്. ഇത് നൽകുന്നത് അമരക്കാരൻ പ്രബീഷ് പുതിയാപ്പയും ഒപ്പം സംഗീതാധ്യാപകൻ ചന്ദ്രൻ മാസ്റ്ററുമാണ്. ഇവർ രണ്ടുപേരും ചേർന്ന് സുരേന്ദ്ര മാഷ്ക്ക് സമ്മാനം നൽകുന്നു. താങ്ക് യു പ്രിയമുള്ളവരെ. അപ്പോൾ നമ്മുടെ ചടങ്ങ് ഇവിടെ പൂർണ്ണമാവുകയാണ്.